ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോയും നോട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അവസാനം തരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് സിമ്പിളായ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുന്നു. നോ നമ്മളിപ്പോഴും കാണാറുള്ളതാണ്, നോട്ട് നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് സിമ്പിളായിരിക്കും എന്നുള്ളത്, എന്നാൽ ഒരുപാട് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കത് സിമ്പിളായ രീതിയിൽ പഠിച്ചു പോകാം. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ തരാം, അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോയും നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഈ നോ യൂസ് ചെയ്യുന്നത് പൊതുവായിട്ട് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നമ്മൾ നോ യൂസ് ചെയ്യാറുണ്ട്. നീ പോകാറുണ്ടോ, അല്ലെങ്കിൽ നീ അവളെ കാണാറുണ്ടോ, അല്ലെങ്കിൽ നീ നാളെ പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയാറുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയും അല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് നോ എന്ന് യൂസ് ചെയ്യാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ നോ യൂസ് ചെയ്യാം? ഇപ്പം ചില സെൻറ്റൻസുകളിൽ നമ്മൾ കാണാറുണ്ട് നോ എന്ന് കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ പണമില്ല. എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പം ഐ ഹാവ് നോ മണി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോണ്ട് ഡസിൻ്റെ ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് നോ മണി, ഷീ ഹാസ് നോ മണി എന്നൊക്കെ പറയാം എന്നുള്ളത്. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൗണിന് മുമ്പ് ഒരു ആർട്ടിക്കിൾസ് വരാത്ത സിറ്റുവേഷനിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നോ എന്ന് യൂസ് ചെയ്യാം. ഐ ഹാവ് നോ മണി, ഐ ഹാവ് നോ മണി എന്ന് പറയുന്നത് നോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൗണാണ് വരുന്നത് അല്ലേ. അങ്ങനെ വേണം നമ്മൾ നോ യൂസ് ചെയ്യാനായിട്ട്. നോ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോ കഴിഞ്ഞതിന് ശേഷം ഒരു ആർട്ടിക്കിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമുക്കവിടെ നോ യൂസ് ചെയ്യാം. അവൾക്ക് ജ്യൂസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഷി ഹാസ് നോ ജ്യൂസ്. അവൾക്ക് എക്സാം ഇല്ല, ഷി ഹാസ് നോ എക്സാം. ഇങ്ങനെ നമ്മൾ നൗണിന് മുമ്പ് വേറൊരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ നോ യൂസ് ചെയ്തുകൊണ്ട് പറയാം. പല സിറ്റുവേഷനിലും ദർ ഇസ് നോ എന്ന് യൂസ് ചെയ്തുകൊണ്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന നോട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്. ഇപ്പം ദർ ഇസ് നോ വാട്ടർ, ദർ ഇസ് നോ വാട്ടർ, ദർ ഇസ് നോ ഷുഗർ അല്ലേ. അവിടെ പഞ്ചസാരയില്ല, അവിടെ പഞ്ചസാരയില്ല. അവസാനം നമ്മൾ അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ദർ യൂസ് ചെയ്യണം. ദർ ഇസ് നോ ഷുഗർ ദർ, ദർ ഇസ് നോ വാട്ടർ ദർ, ദർ ഇസ് നോ വാട്ടർ ഹിയർ അല്ലേ. ദർ ഇസ് നോ വാട്ടർ ഹിയർ, ഇവിടെ വെള്ളമില്ല. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈസിൻ്റെ കൂടെ ഏതാ യൂസ് ചെയ്തത്? നോ എന്നാണ്. എന്തുകൊണ്ടാണ്? അവിടെ നോ കഴിഞ്ഞതിന് ശേഷം വാട്ടർ, ഷുഗർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പം ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗണിന് മുമ്പ് നോ യൂസ് ചെയ്യാം. നോ ബിഫോർ നൗൺ വിത്തൗട്ട് ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് ഇല്ലാത്ത നൗണിന് മുമ്പ് എന്ത് യൂസ് ചെയ്യാം? നോ എന്ന് യൂസ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നമ്മളിവിടെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പറയും, അത് ചെയ്ത് നോക്കുമ്പോഴും മനസ്സിലാകും. ഇനി നോട്ട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറി കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നോട്ട് എവിടെയെല്ലാമാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പം നോ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു. നോട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഓക്സിലറീസിൻ്റെ കൂടെ എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? നോട്ട് യൂസ് ചെയ്യും. എന്നാൽ ചില സിറ്റുവേഷനിൽ ഓക്സിലറിൻ്റെ കൂടെ നമ്മൾ ഈ നോട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടു ഐ ഹാവ് നോ മണി, ഷി ഹാസ് നോ ജ്യൂസ് എന്നൊക്കെ കണ്ടു അല്ലേ. അത് ഓക്സിലറിയാണ്, ഹാവ് ഹാസും ഓക്സിലറിയാണ്. പക്ഷേ നമ്മളവിടെ യൂസ് ചെയ്തിട്ടില്ല. കാരണം അവിടെ നമ്മൾ നൗണിൻ്റെ മുൻപേ നമ്മൾ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഇനിയുള്ള സെൻറ്റൻസ് നോക്കൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗോ ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ പോകാറില്ല, ഞാൻ വരാറില്ല, അവൾ ചെയ്യാറില്ല. ഷി ഡസൻറ്റ് ഡു, ഷി ഡസൻറ്റ് സ്റ്റഡി. ഇങ്ങനെ ഡു ഡസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഈസ് ആറാമിൻ്റെ കൂടെ യൂസ് ചെയ്യും അല്ലേ. ഐ ആം നോട്ട് ഗോയിങ്, ഷി ഈസ് നോട്ട് ഗോയിങ്. പിന്നെ ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഈസാറാമിൻ്റെ കൂടെ നമ്മൾ നോട്ട് യൂസ് ചെയ്യും. വോസ്, വേറ്, അതുപോലെ വില്ല്, ഷുഡ്, ക്യാന്, ഗുഡ്, അങ്ങനെ എല്ലാ
ഹാവ്, ഹാസ്, ഹാഡ് ഇതിനൊക്കെ കൂടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? നോട്ട് യൂസ് ചെയ്യും. അതെല്ലാവർക്കും അറിയാലോ. ഓക്സിലറീസിൻ്റെ കൂടെ നമ്മൾ നോട്ട് യൂസ് ചെയ്യും. എന്നാൽ ചില ഓക്സിലറീസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഇപ്പം ഹാവും ഹാസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പം നമ്മളിങ്ങനെ പറയാണ്, ഇതെൻ്റെ ബാഗല്ല, ഇത് എൻ്റെ ബാഗല്ല, ഇത് എൻ്റെ ബാഗല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിലോ, ഇത് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എന്നാണ് അല്ലേ. ദിസ് ഈസ് എന്ന് പറയണം. ഇത് എൻ്റെ ബാഗ് ആണ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് മൈ ബാഗ് എന്ന് പറയും. ഇതെൻ്റെ ബാഗ് അല്ല എന്ന് പറയുമ്പോൾ ദിസ് ഈസ്, ഇവിടെ ദിസ് ഈസ് നോ മൈ ബാഗ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബാഗ് എന്ന നൗണിന് മുമ്പ് നമ്മൾ മൈ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ദിസ് ഈസ് നോട്ട് മൈ ബാഗ്, ദിസ് ഈസ് നോട്ട് മൈ ബാഗ്. അവിടെ ഒരു ആപ്പിളില്ല, നമ്മൾ പറയുകയാണ് അവിടെ ഒരു ആപ്പിളില്ല എന്ന് പറയുകയാണ്. ഇവിടെ ഒരു ആപ്പിളില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു ആപ്പിളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയും? ആപ്പിൾ എന്നാണ് ഇവിടെ, ആര് എന്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ആപ്പിൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദർ എന്നാണ് പറയേണ്ടത്. ദർ ഈസ് നോ ആൻ ആപ്പിൾ എന്ന് പറയാവോ? ആപ്പിൾ എന്ന നൗണിൻ്റെ മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് പറയണം? ദർ ഈസ് നോട്ട് ആൻ ആപ്പിൾ, ദർ ഈസ് നോട്ട് ആൻ ആപ്പിൾ. അവിടെ ആപ്പിൾ ഇല്ല. ഇനി അവിടെ ആപ്പിൾ ഇല്ല എന്ന് മാത്രം, ഇപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോയി അവിടെ നമ്മൾ ആപ്പിളിന് പോയിട്ട് അവിടെ ആപ്പിൾ കിട്ടിയില്ല, അവിടെ ആപ്പിൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആപ്പിൾ ഇല്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ എങ്കിൽ അവിടെ നമുക്ക് ദർ ഈസ് നോ ആപ്പിൾ എന്ന് പറയാം. അവിടെ ആൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കവിടെ ദർ ഈസ് നോ എന്ന് പറയാം. അല്ലാതെ അവിടെ ഒരു ആപ്പിൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ദർ ഈസ് നോട്ട് ആൻ ആപ്പിൾ എന്ന് പറയാം. വ്യത്യാസം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് എൻ്റെ ബാഗല്ല എന്ന് പറഞ്ഞു. വ്യത്യാസം മനസ്സിലാവാനാണ് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ബാഗല്ല, എൻ്റെ ബാഗല്ല, ഇത് എൻ്റെ ബാഗല്ല, ദിസ് ഇസ് നോട്ട് മൈ ബാഗ് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ബാഗില്ല, അവിടെ ബാഗില്ല എന്ന് പറയുകയാണെങ്കിലോ, ഇവിടെ ഞാൻ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് പറയുന്നത്. അവിടെ ബാഗില്ല എന്ന് പറയുമ്പം ദർ ഇസ് നോ എന്ന് തന്നെ പറയണം. ദർ ഇസ് നോ. ആരുടെ ബാഗ്, എന്ത് ബാഗ്, എത്ര ബാഗ് എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്ത് പറയണം? ദർ ഇസ് നോ ബാഗ്, ദർ ഇസ് നോ ബാഗ്. അവിടെ ബാഗില്ല. ദർ ഇസ് നോ ബാഗ് ദർ എന്ന് പറയണം കേട്ടോ. അവിടെ ബാഗില്ല എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നോ യൂസ് ചെയ്യുന്നത് പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നോ യൂസ് ചെയ്യുന്നത് പൊതുവായിട്ട് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നൗണിന് മുമ്പ് വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾസോ അതുപോലെയുള്ള മറ്റൊന്നുമില്ലെങ്കിൽ നമുക്കവിടെ നോ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി നോട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓക്സിലറീസിൻ്റെ കൂടെ മൊത്തം നമുക്ക് നോട്ട് യൂസ് ചെയ്യാം. അതെല്ലാവർക്കും അറിയാം അല്ലേ. എന്നാൽ ദർ ഈസ്, ദർ വാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുമ്പോഴും അവിടെ നമ്മൾ അല്ലെങ്കിൽ ദിസ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലും നമ്മുടെ നൗണിന് മുമ്പ് എന്താണ് ആർട്ടിക്കിൾസ് പോലെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് നോ യൂസ് ചെയ്യാം അല്ലേ. നോ യൂസ് ചെയ്ത് പറയാം. ഇനി ആർട്ടിക്കിൾസ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? നോട്ട് യൂസ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനാണ്, നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. These are my shoes. These are my shoes. ഇത് എൻ്റെ ഷൂസ് അല്ല, ഇത് എൻ്റെ ഷൂസ് അല്ല. ഷൂസ് എന്ന് പറയുമ്പം പെയറാണ്, ജോഡികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഷൂസ് അല്ല എന്നാണ് നമുക്കിവിടെ പറയുന്നത്. ഇവിടെ ദീസ് ആർ മൈ ഷൂസ് എന്നാണ്. ഇവിടെ നമ്മൾ നൗണിന് മുമ്പ് മൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ നോ ആണോ നോട്ടാണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ്, ദർ ഈസ് ഡേഷ് ടിക്കറ്റ്. ദർ ഈസ് ദ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഇല്ല, അവിടെ ടിക്കറ്റ് ഇല്ല എന്നാണ്. ദർ ഈസ് ഇല്ല എന്നാണ്. ഈ അവസാനത്തെ ദർ അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ദർ ഈസ് ടിക്കറ്റ് ദർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നോ ആണ്, നോട്ടാണോ വേണ്ടത്? ദർ ഈസ് ഡാഷ്
ടിക്കറ്റർ എന്നാണ്. ടിക്കറ്റിന് മുന്നേ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ദർ ഇസ് ഡേഷ് ടിക്കറ്റർ. അവിടെ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഷീ ഈസ് എ ടീച്ചർ. അവളൊരു ടീച്ചർ അല്ല. ഷീ ഈസ് ഡേഷ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചർ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോയും നോട്ടും ആണ്. ഷീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ടീച്ചർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നോ ആണോ വരിക, നോട്ടാണോ വരിക? നോട്ട് ആണോ നോട്ടാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നോ എവിടെ യൂസ് ചെയ്യണം, നോട്ട് എവിടെ യൂസ് ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.